പക്ഷെ ഒരാളിവിടെ ആദ്യമൊക്കെ നല്ലട്ടോ ബ്ലോഗ് എല്ലാരും കണ്ടിരിക്കാം. ആരും കണ്ടിട്ടില്ലാന്നല്ലോ. പക്ഷെ നിങ്ങൾ എന്തായാലും അത് അറിയണം. ക്യാമറമാൻ ഇതാണ് നമ്മളൊക്കെ ഈ കാക്ക കരയില്. അത് കാക്കയല്ല കേട്ടോ. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ഈ ചോദ്യം വരുന്ന ഒരു സംഭവമാണ് പവർ. ഇതെന്തോ നമ്മളെന്തോ അത്ര ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വേണ്ടി ഇവനാരെയും പിടിച്ച് നല്ല കേസ് പറഞ്ഞിട്ടേ ഞാനും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുതേ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഒരു വ്ളോഗ് തുടങ്ങാൻ പോവാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് വ്ളോഗ് കൊണ്ട് കളിയാ. ആദ്യമായിട്ടാണ് ആളിങ്ങനെ വ്ളോഗിലിരുന്നത്. അപ്പൊ അതിന്റെ തെറ്റ് കാര്യങ്ങളും അതെല്ലാം ഉണ്ടാവും. പക്ഷെ ഒരാളിവിടെ ആദ്യമൊക്കെ നല്ലട്ടോ വ്ളോഗ്. അത് വ്ളോഗല്ലേ, അത് റോസ്റ്റിംഗ് ആണ്. എന്റെ നിബ്രാസ് അതിന്റെ പേര് അടിപൊളിയാ. കേറി നോക്ക്. അത് 10ാം ക്ലാസ് ഒരു പൂതിക്ക് തുടങ്ങിയ യൂട്യൂബ് ചാനലിനും അന്നേരം കുറെ കിട്ടി, വളർച്ച കിട്ടി. പിന്നെ കൊറോണനെ കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. നല്ലൊരു യൂട്യൂബ് ചാനലേനും എല്ലാരും കണ്ടിരിക്കാം. ആരും കണ്ടിട്ടില്ലാന്നല്ലോ. പക്ഷെ പിന്നെ അതുപോലെ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിങ്ങളെടുത്ത് ഞാള് കാണിച്ചു തരാൻ പോകുന്നത് 2.5-1.5 മിനിറ്റുള്ള വീഡിയോ. പക്ഷെ അതിന്റെ ബേക്കിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾ അറിയണം. അത് അറിയിക്കേണ്ടിയിട്ടാണ് എന്തായാലും അത് അറിയണം. അത് അറിയിക്കേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മളെ ഈ ഏരിയ നിങ്ങൾക്ക് നല്ലോണം പരിചയം ഉണ്ടോ? നമ്മളെ വീഡിയോ കാണുന്ന വിളിക്കാണേ. കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ. ഈ ഏരിയയിൽ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ മെയിനായിട്ടുള്ള സ്പോട്ട്. ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്ത് നമ്മളെ ക്യാമറമാൻ ഇതാണ് നമ്മളെ ക്യാമറക്കുട്ടൻ. ക്യാമറമാന്റെ പേരെന്ന് പറഞ്ഞിട്ടില്ല. നിബ്രാസ്. ക്യാമറമാൻ ഷൈയാണ്. ക്യാമറ ഒന്നുമില്ല വരാൻ. ക്യാമറയുടെ ബേക്കിലാണ് നമുക്ക്. ഓക്കെ. പിന്നെ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നേരോ ഏറ്റവും കൂടുതൽ ഇടങ്ങാറ് പിടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ പ്രശ്നം ഞങ്ങളെ ദേവീരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബക്കറ്റും ഒരു തുണി എടുത്ത് വരും. ഞങ്ങൾ എപ്പം വീഡിയോ എടുക്കാൻ വരുന്നോ അന്നേരം ദേവീരത്തി വേണം. അതിപ്പോ വൈകുന്നേരം ആണെങ്കിലും വൈകുന്നേരം ദേവീരത്തി, ഉച്ചക്ക് ദേവീരത്തി, രാവിലെ ദേവീരത്തി തീരുമ്പോ അതാ ദേവീരത്തിന്റെ പ്രത്യേകത. ദൈവത്തിനൊന്നും പറയാൻ പറ്റൂല. ഓല തിരുമ്പുന്ന അല്ലി ഓല സ്ഥലം നമുക്കെന്ന് പറയാൻ പറ്റുമോ? അട്ടി കിട്ടും, ഗോപാലത്തിന് കിട്ടും. പിന്നെ ഈ റോഡുണ്ടല്ലോ, ഇത് നമ്മൾ ഉമ്മാമ ഉദ്ഘാടനം ചെയ്തൊരു റോഡാണ്. വീടിന് വീഡിയോ എടുത്ത ഞാൻ ആരും ഒന്നും പറയില്ല. അഥവാ പറയേണ്ടവർക്ക് പറയാ, ഞാക്ക് പറയാം ഞാളുമ്മാമന്റെ പേരുണ്ട് ഇവിടാന്ന്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാക്ക കരയില്. അത് കാക്കയല്ല കേട്ടോ, കിളികാരന് പറഞ്ഞതാണ്. പിന്നെ എവന്റെ ഒരു പ്രശ്നമുണ്ട്. എവൻ ചില സമയത്ത് റീൽ എടുക്കുന്നത് ഞാളെ നിങ്ങൾക്ക് ഭാഷകൾ കേട്ടിട്ടുണ്ടാവില്ലേ, നല്ല നാടൻ ഭാഷയല്ലേ നമ്മൾ സംസാരിക്കല്. പക്ഷെ എവൻ ഇങ്ങനെ സംസാരിക്കും. അതെ നീ പറയൂ ഞാൻ കേൾക്കട്ടെ. എവന്റെ അച്ചടി ഭാഷയല്ല അവൻ സംസാരിക്കുക. അന്നേരം അവനെ ശരിക്കും അടിക്കാൻ തോന്നുന്നു. ഇനി ഒരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലേ, മര്യാദയ്ക്ക് പറയല പന്നി. അത് അവന്റെ കുറെ പ്രത്യേകത. പിന്നെ ഞങ്ങൾ എടുക്കുന്ന വേറൊരു ഏരിയ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ റെയിലിനടുത്ത്. ട്രെയിനിൽ അപ്പുറം, അത് അപ്പുറത്തു കൂടി പോകണം. ആടെയാണ് നമ്മളെ വേറൊരു ഏരിയ. അപ്പൊ നമ്മൾക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഈ പോരന്റെ ഇപ്പുറം തന്നെയാണ് ഈ റോഡ്. അതുകൊണ്ട് വേഗം വീഡിയോ എടുക്കാൻ. ഇപ്പൊ മഴയെല്ലാം പെയ്താലും എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ വേഗം നമുക്ക് വരയിലേക്ക് വരയിലേക്ക് വായ. ഇനി നമുക്ക് അടുത്ത സ്പോട്ട് കാണിച്ചിട്ട് മെയിനായിട്ട് വേറെ സ്പോട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽ. നമ്മളെ ആളുകൾ അധികം ഇല്ലാത്ത ഏരിയ ആണ് ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ പിന്നെ ഒന്നാമത് നമ്മൾ ഓൺ വോയിസ് മൈക്കൊന്നും ഇല്ലാണ്ട് സംസാരിക്കുന്നതാണല്ലോ, അതാണ് അതിൻ്റെ ഒരു വൃത്തി. അതുകൊണ്ട് തന്നെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വലിയ വിഷയമാണ്. അതുകൊണ്ട് റെയിലിൽ എടുക്ക്, ഇങ്ങനത്തെ റോഡ് എടുക്ക്, ഇങ്ങനത്തെ ഏരിയ നമ്മൾ ചൂസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ഇത് പറഞ്ഞു, ഇതാണ് എൻ്റെ ഉമ്മാന്റെ വര. സൈഡൊന്നും കാണിച്ചു കൊടുക്കണ്ടേ. നമ്മുടെ മാമന്റെ വാര. ഈ തറവാടിന്റെ ഒന്നുമില്ല. പിന്നെ ഇതാണ് ഗിജുവിന്റെ ഉമ്മാന്റെ വര. എന്റെ ഉമ്മാണ് എന്റെ വര. കുറച്ച് റിസ്കബിൾ ഷോട്ടിൽ ഇങ്ങനെ അപ്പോ ഇതാണ് നമ്മളെ മെയിൻ ഡ്രൈവർ. എന്റെ ഡാഡിന്റെ കാറ്. അത് ഡാഡിന്റെ പോരാ, എന്റെ ഡാഡിന്റെ ആണ്. ഇതും ഡാഡിന്റെയാണ്. ഇതും ഡാഡിയാണ്. പക്ഷെ എല്ലാം ഉമ്മാന്റെ പേരിലാണ്. ശരിക്കും ക്യാമറ ബാക്കിലല്ലേ കയറണ്ടേ? ക്യാമറ ഇതിന്റെ സംഭവം ഒന്നും അറിയില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഇതാണ് നമ്മളെ അടുത്ത സ്പോട്ട്.
മെയിനായിട്ട് 2 സ്പോട്ട് ഞാൻ പറഞ്ഞില്ല, അതാണ് ഇതാ രണ്ടാമത്തെ സ്പോട്ട് ഇല്ലടാ. ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാരായിരിക്കും ലാസ്റ്റ് സ്പോട്ട് ചെയ്തേനും. ഇത് നമ്മളെ കുറുക്കുറു ഇവിടെ ഇല്ല, അതിലെ കുറുക്കുറുവിനെ കാണിക്കാം. കുറുക്കുറു ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളെ അവസാനത്തെ വീഡിയോ. അവന്റെ കുട്ടീനെ വിളിച്ചിട്ട് എന്റെ ഹൃദയം പറച്ചെല്ലാം കൊടുക്കുന്നു. ഇവിടുത്തെ മെയിൻ നെഗറ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടുത്തെ ട്രെയിൻ ചില സമയം പോയിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തും ചാണ്ട ഇപ്പോഴത്തെ കാലത്ത് നമ്മള് ഡയലോഗ് പറഞ്ഞു വരുമ്പോഴാണ് നമ്മള് ഒരു ഡയലോഗ് കാര്യമായിട്ട് പറയുന്നവരുണ്ടാവും. ട്രെയിനിന്റെ ഹോണ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മൈക്കൊന്നും യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വലിയ ഇടങ്ങാറായില്ല. അത് ചില്ലറ പണിന്നില്ല. നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾ വെച്ച് ചെയ്യുകയും നമ്മളോട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തെന്നാണോ അങ്ങനെ ഇതെന്നാണോ ഇത്. നമ്മൾ ശരിക്കൊന്നും എഴുതലൊന്നുമില്ല. സീരിയസ്ലി നമ്മൾ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കും. നമ്മൾ എടുക്കും. പിന്നെ നമ്മളെ ക്യാമറമാന് കണ്ടന്റിൽ മെയിൻ ഒരു ഘടകം തന്നെയാണ് കേട്ടോ. കാരണം ഓന് ചില സംഭവങ്ങളെല്ലാം പറഞ്ഞുതരും. കാണാൻ ആള് വയസ്സും എല്ലാം ചെറുതാണെങ്കിലും ചെക്കെ സൂപ്പറാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്ളോഗിന് പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അതെല്ലാം കണ്ട് ക്ഷമിക്കുക. ഞാൻ കാര്യമായിട്ടൊന്നും ഈ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല, ഇനി പറയും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് തുടങ്ങണ്ടേ അങ്ങ് അറിയില്ല പാവം. ഒരു കാര്യം പിന്നെ പറയാൻ പറഞ്ഞത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് നമ്മളെ കമന്റ് ആയാലും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ പാടിയേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ പേര്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് എന്ത് സംഭവം എന്താ കുറെ കണ്ടമാണ് കമന്റ് ഉണ്ട്. നമ്മളെ വീഡിയോയിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ കമന്റ് അതിനേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തപ്പല. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കഴിവ് കൂടിയ ആൾക്കാരുടെ പാട്ടുകൾ നമുക്ക് കാണാം. ഞങ്ങള് എടുത്തിതാക്കുന്നു അത് തന്നെ. അതായത് അതെടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടാൽ തന്നെ നമ്മള് ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരം തന്നെ കുറെ വ്യത്യാസം. എന്താ കീശാപ്പുന്നേ ചാവിയ അതവിടെ നോട്ടല്ലോ. നമ്മള് ശരിക്കും വീഡിയോ എടുത്തു നോക്കുന്ന നേരം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന നേരം തന്നെ തിരിയും സംഭവം. വീഡിയോ ശരിക്കും നമ്മൾ വീഡിയോ മൊത്തം ആഡ് ചെയ്യുന്നതൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ച് ഇട്ട് കൊടുക്കുന്നവരാണ് പവർ. എല്ലായിടത്തും ഇതുണ്ട്. അതിന് ജീവിക്കണ്ടേ? ഇപ്പൊ എനിക്ക് മാത്രം ഇവിടെ തിന്നും കുടിച്ചും ജീവിച്ചാൽ പോരാല്ലോ അല്ലേ? അതിനും ജീവിക്കണ്ടേ? എന്താണ് പിന്നെ വേറൊരു വിഷയം, നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നവരുണ്ടാവും ചില സമയത്ത് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ ബേക്കുന്ന കാണാം ഏതെങ്കിലും പെണ്ണുങ്ങളോ ആണുങ്ങളോ. അത് വലിയൊരു ഇടങ്ങാറ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ചില ഷോട്ടിൽ ഒറ്റ ഷോട്ടിൽ നമ്മൾ കവർ ചെയ്യുന്ന ഷോട്ടേക്ക് അതിങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് മലത്തി അടിച്ചുമ്പോൾ അഭിനയിച്ച് മലത്തുന്നവരേക്കും ബേക്കിൽ കൂടി ഒരു പെണ്ണുങ്ങൾ പോവുക ആണുങ്ങൾ പോവുക. പിന്നെ വേറെ പ്രശ്നം, വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നവരാ വന്ന് ചോദിക്കുക എല്ലാം എന്താ മക്കളെ നിങ്ങളുടെ അടുത്ത് പരിപാടി എന്താ, ഇതെന്തോ നമ്മളെന്തോ അത്ര ഒന്നുമില്ല, ഇതെന്തോ നമ്മളെന്തോ കഞ്ചാവ് അടിക്കാൻ വന്നതിൻ്റെ തൊട്ടാ സംസാരിക്കുക. നമ്മളെന്തോ വീഡിയോ എടുക്കുക എവലിക്ക് എന്തോ വേറെന്തോ പോലെ ഒറ്റ നോക്കിപ്പോയല്ലോ. മൂന്നാളും നോക്കി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വേണ്ടി അപ്പൊ നമ്മള് വണ്ടിയാ നമ്മള് തിരിച്ചു പോരക്ക് പോട്ടതാ. ഇവിടുത്തെ മെയിൻ ചെക്കനത വരുന്നത് ഇപ്പൊ 5 മിനിറ്റ് അടുത്തതാ. കേൾക്കുന്നുണ്ട ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതാ. എവലെ പ്രത്യേകം എന്താ അറിയാ, എവല് ദൂരെ നിന്നൊന്നും ഓണം അടിക്കൂല. എവലിക്ക് അറിയാം നമ്മളിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ മൂട്ടിൽ വന്നിട്ട് അങ്ങ് ഓണം അടിക്കും, നെക്കങ്ങ് പിടിക്കും. 5 മിനിറ്റ് ഇപ്പൊ അടുത്തേ വരും. എന്നാ പറയണ്ട എന്റെ ക്യാമറമാനെ വാ വർക്ക് പാടാറുണ്ട്. നിന്റെ ഉമ്മ തപ്പുന്നില്ല, ചോറ് നിൽക്കില്ല. അതാ എന്റെ പ്രശ്നം. അതിനാരെ കണ്ടാലും ഇങ്ങനെ ചാറ്റ് ചെയ്യൂ ആയാലോ എന്തോ എന്താ പറയണ്ട അവനെ പറ്റി. കണ്ട പെണ്ണുങ്ങളെയോ ഞാനൊരു കാര്യം പറ്റ ചിലപ്പോ കുറച്ച് എനിക്കിടെ എന്താ കേസോ ഇവനാരെയും പിടിച്ചു നല്ല കേസ് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുതേ. ഇവൻ അങ്ങനത്തെ ഒരുത്തന്നെ കണ്ട ആൾക്കാരെല്ലാം പോയി അത് വേണ്ട. അങ്ങനത്തെ അതിന് വേണ്ടിയല്ലോ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ കുറച്ച് കൊടുക്കാൻ ഞങ്ങളെ ക്യാമറ മേന് എന്തേ മാറ്റി കൊടുക്കാനും അതിനെല്ലാം വേണ്ടിട്ടോ ഞങ്ങൾ തുടങ്ങി. അപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായിരിക്കുക. പിന്നെ ഇനി പറഞ്ഞോ
ക്യാമറമാന് ഭയങ്കര കുറവാട്ടോ. ക്യാമറമാന് സപ്പോർട്ട് സപ്പോർട്ടല്ല ഉണ്ടാവും പറഞ്ഞു. ഇതെന്തിന്നാ ഇത് അടുത്തുമ്പോ പിന്നെ അല്ലേ സപ്പോർട്ട് അടുത്തുമ്പോ എന്നാടെ ഉണ്ടാവുക. സപ്പോർട്ടാ. ആ എന്നാ പിന്നെ ഓക്കെ ബൈ. നിനക്കത് വേണോ? ഇതാ അവന്റെ അച്ചടി ഭാഷ അന്നുണ്ടോ. നിനക്കത് വേണോ ഇങ്ങനെ റീല് പറയാ. നിനക്കത് വേണോ നിനക്കത് വേണ്ടേ അങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ എന്തെല്ലാടാ വേടാ അങ്ങനെ ചടാളാന്നേക്കും പറയാം. അന്നേരം അവൻ ഇപ്പുറത്തുനിന്ന് നിനക്കത് വേണോടാ നിനക്ക് വേണ്ടടാ ഇങ്ങനെ പറയുന്നത് എങ്ങനെ ഉണ്ടാവും ഈ വീഡിയോകളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇതവന്റെ മെയിൻ പ്രശ്നം. പിന്നെ ഓക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. ആളെ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഏതാ മൊണ്ണകൾ ഇതെന്ന്. ശരിക്കും ഒരു വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പം കാണുന്നവർക്ക് തിരി ഏത് മൊണ്ണകളായി രണ്ട് ഏർന്ന് കുറ്റിയും പറിച്ച് വന്നാൽ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നാളെ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്നവർക്ക് അറിയാം ആളാ. പിന്നെ ഇപ്പൊ ഞാളെ റീല് കാണുന്നവരും വിചാരിക്കുന്നുണ്ടോ ഇറ്റക്ക് വട്ടായോന്ന് വ്ളോഗെല്ലാം തുടങ്ങാൻ. ജസ്റ്റ് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ അയാൾ 2-3 പ്രാവശ്യം പറഞ്ഞു ഇനി പറയാൻ അടുത്ത് എന്നാ ഇത്. ഓക്കെ എന്നാ ബൈ.